അണക്കെട്ടിൽ അറ്റകുറ്റപ്പണിയെ ചൊല്ലിയുള്ള തർക്കത്തിൽ കേരള തമിഴ്നാട് മുഖ്യമന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തും. വൈക്കം സത്യഗ്രഹ ശതാബ്ദി സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇന്ന് കെ സ്റ്റാലിൻ കോട്ടയത്തെത്തും. വൈകിട്ട് ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് വിവരം. നാളെയാണ് വൈക്കം സത്യഗ്രഹ ശതാബ്ദി സമാപന സമ്മേളനം. കൂടുതൽ വിശദാംശങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, വളരെ ഒരു ആശ്വാസകരമായ ഒരു വാർത്തയാണ് നമുക്ക് ഇപ്പോൾ പുറത്തു വരുന്നത്. കേരളവും തമിഴ്നാടും തമ്മിൽ മുല്ലപ്പെരിയാർ സംബന്ധിച്ച കാലങ്ങളായി നിലനിൽക്കുന്ന ആ തർക്കത്തിൽ ഒരു പരിഹാരത്തിന് മുന്നോടിയായ ഒരു ചർച്ച നടക്കുന്നു. എന്തൊക്കെ പരിഹാരങ്ങളാകും ഈ ഇന്നത്തെ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വരിക? എവിടെ വെച്ചാണ് ഈ ചർച്ച നടക്കുന്നതും? രാജേഷ്, യഥാർത്ഥത്തിൽ ഇത് മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയല്ല. ഇത് മലയാളികൾക്ക് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു വിഷയത്തിലല്ല നിലവിൽ ആ ഒരു പരിഹാരത്തിന് നിർദ്ദേശത്തിന്മേലുള്ള ചർച്ചയല്ല നടക്കുന്നത്. എന്തായാലും കെ സ്റ്റാലിൻ ഇപ്പോൾ നെടുമ്പാശ്ശേരിയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം കോട്ടയത്തേക്കുള്ള യാത്രയിലാണ്. DMK പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുണ്ട്. വൈകുന്നേരം രാത്രിയായിരിക്കും മുഖ്യമന്ത്രി കോട്ടയത്തെത്തുക. തുടർന്നാണ് ചർച്ച നടത്തുക. നിലവിൽ ചർച്ച നടത്താനുണ്ടായിരുന്ന സാഹചര്യം, മുല്ലപ്പെരിയാറിൽ അറ്റകുറ്റപ്പണികൾക്കെന്ന പേരിൽ അനുമതിയില്ലാതെ തമിഴ്നാട് പൊതുമരാമത്ത് കുറച്ച് സാധനങ്ങൾ കഴിഞ്ഞ ആഴ്ച വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ കൊണ്ടുവന്നിരുന്നു. ഇത് അനുമതിയില്ലാതെ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ കേരള വനം വകുപ്പ് തടഞ്ഞിരുന്നു. ഇതിനെ തുടർന്ന് ആ മണൽ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വള്ളക്കടവിൽ ഉപേക്ഷിച്ച് തമിഴ്നാട് തിരിച്ചു പോവുകയും ഇതിൽ തമിഴ്നാട് സർക്കാരിനെ വിമർശിച്ച് AIADMK രംഗത്തെത്തുകയും ചെയ്തത് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ. ഈ ഒരു സാഹചര്യത്തിലാണ് സ്റ്റാലിൻ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തി എന്താണ് തങ്ങളെ അറ്റകുറ്റപ്പണികൾക്ക് ഇത്തരം സാധനങ്ങൾ എത്തിക്കുന്നതിന് അനുമതി നിഷേധിക്കുന്നതെന്നുള്ള കാര്യത്തിൽ ചർച്ച നടത്താനാണ് പ്രധാനമായും ഈ ഒരു നീക്കം നടത്തുന്നത്. ഈ കഴിഞ്ഞ 4-നാണ് അണക്കെട്ടിലെ അറ്റകുറ്റപ്പണികൾക്കെന്ന പേരിൽ 2 ലോറികളിൽ മണൽ കൊണ്ടുവന്നത്. അണക്കെട്ടിലെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നെങ്കിൽ അക്കാര്യം കേരളത്തെ അറിയിക്കണമെന്ന വ്യവസ്ഥകൾ നേരത്തെ ഉണ്ടായിരുന്നു. ഈ വ്യവസ്ഥ ലംഘിച്ചാണ് സാധനങ്ങൾ എത്തിച്ചത്. ഇതുകൊണ്ട് തന്നെയാണ് വനം വകുപ്പ് തടഞ്ഞത്. പക്ഷേ തമിഴ്നാടിന്റെ നീക്കം അണക്കെട്ടിലൂടെ പെരിയാർ കടുവാ സങ്കേതത്തിൽ സാധനങ്ങൾ കൊണ്ടുപോകാൻ കടുവാ സങ്കേതം ഡെപ്യൂട്ടി ഡയറക്ടറുടെ അനുമതി തമിഴ്നാട് വാങ്ങിയിരുന്നില്ല. അതുകൊണ്ടാണ് കേരളത്തിലെ വനം വകുപ്പ് ലോറികൾ തടഞ്ഞിട്ടത്. ഇതോടുകൂടി അറ്റകുറ്റപ്പണി ഉപേക്ഷിച്ച് ആ മണൽ ഉപേക്ഷിച്ച് തമിഴ്നാട് ലോറികൾ മടങ്ങുകയായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് AIADMK എതിർപ്പ് അവിടെ ഉയർത്തിയത്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ സ്റ്റാലിൻ മറ്റൊരു പരിപാടിക്ക്, അതായത് വൈക്കം സത്യഗ്രഹ പരിപാടി സമാപന ശതാബ്ദി സമ്മേളനം, അതിന്റെ ഉദ്ഘാടന വേദിയിൽ നേരത്തെ സ്റ്റാലിൻ എത്തിയിരുന്നു. അതിന്റെ സമാപന വേദിയിലും അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നാളെ ആണ് ഈ പരിപാടിക്ക് വേണ്ടി, ഇന്ന് അദ്ദേഹം കേരളത്തിലെത്തുമ്പോൾ ഇക്കാര്യം കേരള മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുമെന്നൊരു കാര്യം ഈ ഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നു. എന്തായാലും മുല്ലപ്പെരിയാറിനേക്ക് വേണ്ടിയിട്ടുള്ള ചർച്ചകൾക്കുള്ള തുടക്കമാകാൻ ഇതിന് സാധ്യതകളല്ല. അത് കുറച്ചുകൂടി സങ്കീർണമായ ഒരു വിഷയമാണ്. പക്ഷേ നിലവിൽ അറ്റകുറ്റപ്പണികൾക്ക് കേരളത്തിന് അനുമതി വാങ്ങാതെ കേരളത്തിലേക്ക് എത്തിച്ച സാധനം വനം വകുപ്പ് തടഞ്ഞതിൽ ഉണ്ടായ തർക്കങ്ങൾ നീക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചർച്ചയുടെ ലക്ഷ്യം. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. അത് ചർച്ചയുടെ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതായത് പമ്പ അച്ചൻകോവിൽ വെപ്പാർ പദ്ധതി, സംയോജന പദ്ധതിയിൽ കേരളം നേരത്തെ എതിർപ്പ് അറിയിച്ചിരുന്നു. തമിഴ്നാടിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ദേശീയ ജലവികസന ഏജൻസിയുടെ ഒരു നിർദ്ദേശപ്രകാരം ഈ 17-ന് ആ തീരുമാനമെടുക്കാൻ നിൽക്കുകയാണത്. കേരളത്തിലെ വലിയൊരു വനവിഭവത്തെ, 2500 ഹെക്ടറോളം വരുന്ന വനവിഭവത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അതും നിലവിൽ തമിഴ്നാടുമായി ബന്ധപ്പെട്ട് തമിഴ്നാടിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് കേന്ദ്ര ജലവിഭവ കമ്മീഷൻ ആ ഒരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ ആ വിഷയം ചർച്ചയിൽ ഉൾപ്പെടുത്തില്ല. നിലവിൽ ഉൾപ്പെടുന്ന വിഷയം ഈ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ട നിലനിൽക്കുന്ന തർക്കങ്ങളാണ്. രാജേഷ്, അറ്റകുറ്റപ്പണി ഔദ്യോഗികമായ ഒരു അറ്റകുറ്റപ്പണി അവിടെ നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇത് ഔദ്യോഗികമായി ഇട്ടുള്ള ഒരു ചർച്ചയാണോ, അതോ സമ്മർദ്ദങ്ങളെ തുടർന്നും വിമർശനങ്ങളെ തുടർന്നും തമിഴ്നാട് നേരിട്ട് കേരള സർക്കാരിനോട് സംസാരിക്കാം എന്ന രീതിയിലുള്ള ഒരു ചർച്ചയായി മാത്രം ഇതിനെ കണ്ടാൽ മതിയോ? നിലവിലെ ഈ കേരളത്തിന്റെ വനം വകുപ്പ്, അതായത് സ്വാഭാവികമായിട്ടും കേരള ഭരണകൂടത്തിന്റെ ഒരു ഭാഗമായ വനം വകുപ്പ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ കേരളം അറ്റകുറ്റപ്പണികൾക്ക് സമ്മതിക്കുന്നില്ല എന്നൊരു കാര്യമാണ് തമിഴ്നാട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന വികാരം. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടൊരു ചർച്ചകളാണ് നടത്തുന്നത്. എന്തായാലും നേരത്തെ കാലങ്ങളായി കേരളം ആവശ്യപ്പെടുന്ന മുല്ലപ്പെരിയാർ വിഷയത്തിലെ അജണ്ടകളൊന്നും അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളൊന്നും ഈ ചർച്ചയിലേക്ക് വന്നിട്ടില്ല. അറ്റകുറ്റപ്പണികൾ നടത്തി അണക്കെട്ടിനെ ബലവത്താക്കുക എന്നൊരു സമീപനം ആണ് നിലവിൽ തമിഴ്നാട് സ്വീകരിക്കുന്നത്. അതിനുവേണ്ടി അവരെ അനുവദിക്കണം, അല്ലെങ്കിൽ അക്കാര്യത്തിൽ അനുമതി നിഷേധിക്കരുത് എന്നൊരു ആവശ്യമായിരിക്കും തമിഴ്നാട് മുന്നോട്ട് വെക്കുക. എന്തായാലും ചർച്ചയുടെ പൂർണ്ണമായ അജണ്ടകൾ തീരുമാനിക്കപ്പെട്ടില്ല. തികച്ചും സൗഹാർദ്ദപരമായ ഒരു സമീപനമാണ് പിണറായി വിജയനും സ്റ്റാലിനും തമ്മിൽ പരസ്പരമുള്ളത്. ഇവർ വളരെ സൗഹൃദത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ചർച്ചകൾ സൗഹാർദ്ദപരമായിരിക്കും. അതുകൊണ്ട് ഇരു സംസ്ഥാനങ്ങളും തമ്മിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ, അതായത് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായിട്ടൊരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുണ്ടായ ചർച്ചയല്ല. എന്തായാലും പിറ്റേ ദിവസം കേരളത്തിലേക്ക് സ്റ്റാലിൻ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ ഇന്നലെ ഈ ഒരു വികാരം അവർ ചോദിച്ചപ്പോൾ സ്റ്റാലിൻ ഇക്കാര്യം കേരള മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുന്ന വിവരം തമിഴ്നാട്ടിലെ പ്രതിപക്ഷ കക്ഷികളെ
അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ കൂടിക്കാഴ്ചയുടെ വിവരം പുറത്തു വന്നത്. ഔദ്യോഗികമായി കേരള സർക്കാർ ഈ ഒരു കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങളെ അറിയിച്ചിട്ടില്ല. രാജേഷ്.